മലയാള പൊരുളിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ ഓണാശംസകൾ. ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. ഓരോ വർഷവും ഓണത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളി. ഏത് വറുതിയിലും ഏത് പഞ്ഞത്തിലും മലയാളിക്ക് ഓണം ആഘോഷിക്കാതെ വയ്യ. രൂപഭാവങ്ങൾക്ക് മാറ്റം സംഭവിച്ചെങ്കിൽ പോലും ഓണത്തിൻ്റെ സന്ദേശവും ലക്ഷ്യവും അത് കാഴ്ചവയ്ക്കുന്ന ഹർഷോന്മാദവും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. മലയാള പൊരുളിനെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് ഒരു സംസ്കാരത്തിൻ്റെ ചിഹ്നം എന്നുള്ള നിലയ്ക്ക്, ഒരു കൂട്ടായ്മയുടെ ഉത്സവം എന്നുള്ള നിലയ്ക്ക്, ഒത്തുകൂടലിൻ്റെയും വരവിൻ്റെയും ഒക്കെ ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒപ്പം നമ്മുടെ ഭാഷയിലും സാഹിത്യത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ ഓണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ധാരാളം കവിതകളും കഥ പോലെയുള്ള സാഹിത്യ സൃഷ്ടികളും അതുപോലെ തന്നെ ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെ കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട് ഓണം. ഓണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ചേർത്ത് ഒരു വിജ്ഞാനകോശം തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തമായിട്ടാണ് ഓണം മലയാളത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. പ്രൊഫസർ PC കർത്ത എഴുതിയ ഓണവിജ്ഞാനകോശം ഒരുപക്ഷെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ചെറിയ വിജ്ഞാനകോശങ്ങളിൽ ഒന്നായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നൂറുകണക്കിന് വാക്കുകൾ അദ്ദേഹം അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും എന്താണ് ഓണം, ഓണവുമായി ബന്ധപ്പെട്ട സംജ്ഞകളുടെ പ്രത്യേകത എന്താണ്, ഓണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഓണച്ചടങ്ങുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം ഓണവുമായി ബന്ധപ്പെട്ട ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓണത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്, നമുക്കറിയാം. അത് വിശ്വസനീയമായതും അല്ലാത്തതും ചിലപ്പോൾ പരസ്പര വൈരുദ്ധ്യമുള്ളതുമായ ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ ഓണത്തിന് പിന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനം, അല്ലെങ്കിൽ നമുക്കെല്ലാം വിശ്വസിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളത്, മഹാബലി ചക്രവർത്തി നാട് കാണാനെത്തുന്ന ദിവസമാണ് ഓണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു അരജനെ, രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടി മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ് തിരുവോണ നാളിൽ. അപ്പോൾ അദ്ദേഹം എല്ലാ പ്രജകളുടെയും വീട്ടിലെത്തി അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ള മഹത്തായ ഒരു സങ്കല്പത്തെ സൂചിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ തിരുവോണം. വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ പാതാളം കേരളമാണെന്ന് പോലും പറയുന്ന ചില വിശ്വാസങ്ങൾ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഓണം കേരളത്തിലേക്ക് എത്തിയത് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. കാരണം AD 2-ാം നൂറ്റാണ്ടിലെ മാങ്കുടി മരുതനാർ എന്ന കവി, തമിഴ് കവി രചിച്ച മധുരൈ കാഞ്ചി എന്ന ഗ്രന്ഥത്തിലാണ് ഒരുപക്ഷെ ആദ്യമായി ഓണത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പരാമർശം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓണം അതുവഴി കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. എന്തായാലും ഒരു കാര്യം ശരിയാണ്, കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെടുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഓണം ഒരു ഉത്സവമായി കൊണ്ടാടപ്പെട്ടിരുന്നു. അത് ഒരുപക്ഷെ രാജാക്കന്മാർ മറ്റുള്ളവരെ, നാടുവാഴികളെയും പ്രഭുക്കന്മാരെയും ഒക്കെ വിളിച്ച് വരുത്തി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നടത്തുന്ന ഉത്സവം എന്നുള്ള നിലയ്ക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവപ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഉത്സവം എന്നുള്ള നിലയ്ക്കോ ഒക്കെ ആയിരിക്കാം. അതിൽ നിന്ന് പിന്നീട് നമ്മുടെ കേരളത്തിൽ 1962 ശരിക്കും ഒരു ദേശീയോത്സവം എന്നുള്ള നിലയ്ക്ക് ഓണം മാറുന്നത്. അതിനുശേഷം ഓരോ വർഷവും നമ്മൾ വിപുലമായ രീതിയിൽ ഓണത്തെ ആഘോഷിച്ചു വരികയാണ്. ഓണം വരുമ്പോൾ പ്രകൃതിക്കാകെ മാറ്റം സംഭവിക്കുന്നു. ഒരു വസന്തകാല പ്രതീതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഋതുക്കളെ പ്രത്യേകിച്ച് നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. എല്ലാ കാലത്തും ഏതെങ്കിലുമൊക്കെ പൂക്കൾ ഉണ്ടാവും കേരളത്തിൽ. എങ്കിലും പുഷ്പസമൃദ്ധിയുടെ ഒരു വസന്തകാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. തുമ്പികൾ പറമ്പ് തോറും പറന്ന് നടക്കുകയും കുട്ടികൾ പൂക്കൂടയും കൊണ്ട് പറമ്പിൽ നിന്ന് പൂവറിച്ച് കൊണ്ടുവന്ന് അത്തപ്പൂക്കളം ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സങ്കല്പം ഓണത്തിന് പിന്നിലുണ്ട്. ഇന്ന് പക്ഷേ പൂക്കൾ മിക്കവാറും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെന്നുള്ളത് മറ്റൊരു വസ്തുത. പൂക്കൾ മാത്രമല്ല, നാം വളരെ സ്വാദോടെ കഴിക്കുന്ന പല ഭക്ഷണ വിഭവങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ല, മറ്റ് ദേശങ്ങളിൽ നിന്ന് വരുന്നതാണ്. പഴയ കാലത്ത് സ്വന്തം പറമ്പിൽ അധ്വാനിച്ച് കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് കൊണ്ട് ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലമായിരുന്നു. കാരണം ഓണം ഒരു കാർഷികോത്സവമാണ്. കാർഷിക സംസ്കാരത്തിൻ്റെ
ഒരു ഇടമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷികോത്സവം എന്ന നിലയ്ക്കാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ക്രമേണ അതിന് മാറ്റം വന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നാലും മലയാളിയുടെ മനസ്സിൽ നിന്ന് അതിൻ്റെ ഒരു ഗരിമയും പൊലിമയും നഷ്ടപ്പെട്ടു പോകുന്നതേയില്ല. ഏത് തരത്തിലായാലും ഓണം ആഘോഷിക്കാനുള്ള ഒരു വെമ്പൽ മലയാളിക്കുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങളുണ്ട്, നമുക്കറിയാം. ഓണപ്പാട്ട്, ഓണക്കോടി, ഓണപ്പുടവ, ഓണച്ചന്ത, അങ്ങനെ അങ്ങ് പോകുന്നു. ഓണക്കളികൾ, ഓണപ്പന്ത്, അങ്ങനെ പോകുന്ന ധാരാളം പദങ്ങളുണ്ട്. അതുപോലെ തന്നെ അത്തം വെളുത്താൽ ഓണം കറക്കും, അല്ലെങ്കിൽ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി തുടങ്ങിയ ധാരാളം ചൊല്ലുകൾ ഉണ്ട്. ഓണം കേറാമൂല പോലെയുള്ള ശൈലികളുണ്ട്. ഓണം പോലെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശൈലിയാണ്. ഓണം പോലെ എനിക്ക് പിന്നെ അമ്മാവന്റെ വരവ് ഓണം പോലെയാണെന്ന് പറഞ്ഞാൽ വളരെ സുഭിക്ഷമായ സമർത്ഥമായ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ധാരാളം ശൈലികളുണ്ട്. സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കവികളൊക്കെ ധാരാളമായി ഓണത്തെപ്പറ്റി പാടിയിട്ടുണ്ട്. പ്രാചീന മണിപ്രവാള കൃതികളായ ഉണ്ണിനീലി സന്ദേശത്തിലും ചന്ദ്രോത്സവത്തിലും ഓണത്തെ പ്രത്യേക രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. ഉണ്ണിനീലി സന്ദേശത്തിലെ സന്ദേശഹരനായ ആദിത്യവർമ്മയുടെ വരവ് ഓണം പോലെയാണ് എന്നാണ് ആ കവി പറയുന്നത്. അതുപോലെ തന്നെ മേദിനി വെണ്ണിലാവ് എന്ന ചന്ദ്രോത്സവ നായിക പുടവ മെയ്യിൽ അലം ചകാര എന്നാണ് പറയുന്നത്. ഓണപ്പുടവ അവളുടെ ശരീരത്തിൽ അണിഞ്ഞു ഒരുങ്ങി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കവിത്രയ കവികൾ മുതൽ വയലോപ്പിള്ളിയും കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരിയും ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും ONV കുറുപ്പും, അങ്ങനെ ഒരു ഓണത്തെക്കുറിച്ച് എഴുതാത്ത ഒരു കവിയുമില്ല എന്ന് വേണം പറയാൻ. ഗദ്യകൃതികളിലും അതുപോലെ തന്നെ MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ വള്ളുവനാട്ടിലെ ഓണത്തെക്കുറിച്ച് പറയുന്നു. കോവിലൻ മാവേലി നാടിന് തുല്യമായിട്ടാണ് അദ്ദേഹം തട്ടകത്തിലെ മുപ്പിലിശ്ശേരി എന്ന ഗ്രാമത്തെ വർണ്ണിക്കുന്നത്. കള്ളവും ചതിയും ഇല്ലാത്ത ഒരു നാട് എന്നുള്ള നിലയ്ക്കാണ്. മാധവിക്കുട്ടി ഓണഗന്ധത്തെ അനുഭവിക്കുന്നുണ്ട് ഒരു ഓർമ്മക്കുറിപ്പിൽ. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണത്. പല പൂക്കളുടെയും കറ്റകൾ മെതിച്ചു കൂട്ടുന്നതിൻ്റെയും ഒക്കെ ഒരു മണം അറിയുന്നതായി മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാഹിത്യത്തിൽ, കവിതയിൽ, കഥയിൽ, സിനിമയിൽ ഒക്കെ ഓണം നിറഞ്ഞു നിൽക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണമില്ലാത്തൊരു കാലത്തെപ്പറ്റി ആലോചിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും നമുക്ക് കുടഞ്ഞ് കളയാൻ ആവാത്ത ഒരു ഇഴുകിച്ചേരലാണ് ഓണം. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ഓണത്തിൻ്റെ എല്ലാ പുണ്യാനുഭവവും അതിൻ്റെ സമ്പന്നതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.